അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദു. നോമ്പിന്റെ ഫർളുകളാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. ഇനി പ്രധാനപ്പെട്ട ചില സുന്നത്തുകൾ നോക്കാം. നോമ്പിന്റെ സുന്നത്തുകൾ കൂടി പാലിക്കപ്പെടുമ്പോഴാണ് നോമ്പ് കൂടുതൽ കുറ്റമറ്റതും ക്വാളിറ്റി ഉള്ളതുമായി തീരുക എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ഏതൊരു ഇബാദത്തിന്റെയും ചേരുവകൾ പൂർണ്ണമാകുമ്പോഴാണല്ലോ അത് കൂടുതൽ ഫലവത്താവുക. എങ്കിൽ നോമ്പിന്റെ സുന്നത്തുകൾ എന്ന് പറയുന്നത് ആ ഇബാദത്ത് കൂടുതൽ ഫലവത്താവാനുള്ള, അത് ശരിക്കും കളർഫുൾ ആവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ്. അതുകൊണ്ട് തന്നെ സുന്നത്തുകളൊന്നും ഒരു ഇബാദത്തുമായി ബന്ധപ്പെട്ട സുന്നത്തുകളെയും അവഗണിക്കുന്ന ശൈലി ഉണ്ടാകരുത് എന്നതാണ് ഇസ്ലാം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് നോമ്പിന്റെ സുന്നത്തുകൾ, ഒന്ന് അത്തസഹൂർ, അത്താഴം കഴിക്കൽ. അത്താഴം കഴിക്കൽ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, തസഹറു ഫഇന്ന ഫി സഹൂരി ബറക. നിങ്ങൾ അത്താഴം കഴിക്കണം, കാരണം അത്താഴം കഴിക്കുന്നതിൽ ഒരുപാട് നന്മകളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്താഴം കഴിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്, ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കൽപ്പനക്ക് വഴിപ്പെടുക എന്ന നിലക്ക് സുന്നത്തിനെ പിന്തുടരുക എന്ന പുണ്യം തന്നെയാണ്. രണ്ടാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, വേദക്കാരുടെ നോമ്പിൽ നിന്ന് ഭിന്നമാകാനാണത്. അവർക്ക് അത്താഴമില്ല, അതുകൊണ്ട് നമുക്ക് അത്താഴം ഉണ്ടാവുന്നത് അവരോട് എതിരാവുക എന്ന ഒരു പുണ്യം ലഭിക്കുന്നതാണ്. മൂന്നാമത്തത് നോമ്പിന് വേണ്ടിയുള്ള ശക്തി സംഭരിക്കുക എന്നത് കൂടി അതിൽ ലഭ്യമാണ്. നാലാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് പ്രാർത്ഥനക്കും അതേപോലെ തന്നെ അള്ളാഹുലേക്ക് പ്രത്യേകിച്ച് താഴ്മ കാണിക്കാനൊക്കെ ഉള്ള. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അത്താഴ സമയത്ത് അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നവരാണെന്ന് സത്യവിശ്വാസികളുടെ സ്വഭാവമായി ബഹുമാനപ്പെട്ട ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ആ സമയം എല്ലാവരും ഉറക്കത്തിന്റെ ലഹരിയിൽ മുങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് ഈ ഇബാദത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നമ്മൾ സമയം കണ്ടെത്തുമ്പോൾ അതൊരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാക്കി മാറ്റാൻ സാധിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കാൻ ഈ അത്താഴത്തിന് എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് സാധിക്കുന്നു. അതേപോലെ അത്താഴം പരമാവധി താമസിപ്പിച്ചു കഴിക്കുക എന്നത് മറ്റൊരു സുന്നത്താണ്. അതായത് സുബഹി ബാങ്ക് വിളിക്കുന്നതിന്റെ ഒരു 10 മിനിറ്റ് മുമ്പൊക്കെ ആയിട്ട് ഫിനിഷ് ചെയ്യാവുന്ന വിധത്തിൽ താമസിപ്പിച്ച് കഴിക്കുന്നത് സുന്നത്താ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ലാ യസാലുന്നാസു ബിഖൈരിൻ. ജനങ്ങൾ നന്മയിലായിക്കൊണ്ടേയിരിക്കും മാ അജ്ജലുൽ ഫിത്ര വഅഖറു സഹൂർ. നോമ്പ് തുറക്കലിനെ പെട്ടെന്നാക്കുകയും അത്താഴത്തെ താമസിപ്പിക്കുകയും ചെയ്യുന്ന കാലത്തോളം. അപ്പൊ നമുക്ക് നന്മ ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു പണിയാണ് അത്താഴം എന്നത്. രാത്രി പകുതി ആയത് മുതൽ സമയം തുടങ്ങുമെങ്കിലും അത്താഴത്തെ പരമാവധി താമസിപ്പിച്ച് സുബഹിന്റെ ഒരു 10 മിനിറ്റ് മുമ്പായിട്ട് ഫിനിഷ് ചെയ്യാവുന്ന വിധത്തിൽ താമസിപ്പിച്ച് കഴിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട പുണ്യമാണ്. അത്താഴം എന്ന് പറയുമ്പോഴേക്ക് മീൻകറിയും ചോറും എന്നെ കണ്ടോളണം എന്നൊന്നുമില്ല. എന്തെങ്കിലും ഒന്ന്, ഒരല്പം വെള്ളമാണെങ്കിൽ പോലും ഈത്തപ്പഴത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ടെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും എന്തെങ്കിലും ഒന്ന് അത്താഴം എന്ന നിലക്ക് കഴിക്കുന്നത് പുണ്യമാണ്. അങ്ങനെ നമ്മൾ അത്താഴത്തിന് വൈകി എഴുന്നേൽക്കുക എന്നുള്ള രണ്ടാമത്തെ സുന്നത്ത് കൂടി എടുത്താൽ എന്തായാലും സുബഹി നഷ്ടപ്പെടാതിരിക്കുക എന്നൊരു ഗുണം കൂടി നമുക്ക് അവിടെ ലഭിക്കും. ചിലർക്കെങ്കിലും ഒരു 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കാൻ കൂടി സാധിക്കും, വലിയ പ്രയാസമില്ലാതെ എന്നത് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. മറ്റൊരു സുന്നത്ത്, നോമ്പ് തുറക്കേണ്ട സമയമായെന്ന് ഉറപ്പായാൽ ഉടനെ തന്നെ നോമ്പ് തുറക്കുക എന്നതാണ്. നോമ്പ് തുറക്കേണ്ട സമയമായി എന്ന് ഉറപ്പായാൽ ഉടനെ നോമ്പ് തുറക്കണം. പിന്നെ എന്ത് ചെയ്യരുത്, താമസിപ്പിക്കരുത്. അതാണ് ജനങ്ങൾ നന്മയിലായിക്കൊണ്ടിരിക്കും മാ അജ്ജലുൽ ഫിത്ര, നോമ്പ് തുറക്കലിനെ ഉളരിക്കുന്ന കാലത്തോളം എന്ന് പറഞ്ഞത്. സമയമായി എന്ന് ഉറപ്പായിട്ടും പിന്നെ ഇങ്ങനെ ഏതായാലും ഇത്ര സമയം പട്ടിണി കിടന്നതല്ലേ, ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞോട്ടെ എന്ന് പറയുന്നത് ഓവർ സ്മാർട്ട് ആവലാണ്. അത് ചെയ്യരുത് എന്നാണ് സൂചിപ്പിച്ചത്. അതേസമയത്ത് ഒരാൾക്ക് സമയമായോ ഇല്ലേ എന്ന് സംശയമാണെങ്കിലോ ആയെന്ന് ഉറപ്പാകുന്നത് വരെ താമസിപ്പിക്കുകയും വേണം. അത് മറ്റൊരു വിഷയം. ഇനി നോമ്പ് തുറക്കുന്നത് ഈത്തപ്പഴം കൊണ്ടായിരിക്കലാണ് ഏറ്റവും പുണ്യം. ഈത്തപ്പഴമാണ് നോമ്പ് തുറക്കാൻ ഏറ്റവും നല്ലത്, കടിച്ച തട്ടാത്ത കാരക്കയല്ല എന്നർത്ഥം. അതേസമയത്ത് ഈത്തപ്പഴത്തിന്റെ പഴമായിട്ടുള്ള വകങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ അതിന്റെ വകഭേദം തന്നെയാണല്ലോ കാരക്ക, അതുകൊണ്ട് അത് പരിഗണിക്കാവുന്നതാണ്. എന്നാൽ ഈത്തപ്പഴത്തിന്റെ വകഭേദങ്ങളൊന്നും ലഭിക്കില്ലെങ്കിൽ പിന്നെ വെറും വെള്ളം കൊണ്ടാണ് നോമ്പ് തുറക്കേണ്ടത്. വെറും വെള്ളം, അതായത് ഈ നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ ജ്യൂസോ അങ്ങനെ തുടങ്ങിയിട്ടൊന്നും അല്ലാത്ത വെറും വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുക എന്നതാണ് പിന്നെ സുന്നത്ത്. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു ദഹബൽ ലമഉ വബതല്ലത്തിൽ ഉറൂഖ് വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ് തുടങ്ങിയിട്ടുള്ള പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകൾ ചൊല്ലുന്നതും പ്രധാനപ്പെട്ട സുന്നത്തു തന്നെയാണ്. അതേപോലെ
വലിയ ശുദ്ധിക്ക് വേണ്ടിയുള്ള കുളി പോലുള്ള കുളികളൊക്കെ ഉണ്ടെങ്കിൽ അത് രാത്രിയിൽ തന്നെ കുളിച്ച്, സുബഹിക്ക് ശേഷം കുളിച്ചാലും നോമ്പിന് കുഴപ്പമൊന്നുമില്ലെങ്കിലും അങ്ങനത്തെ കുളിയൊക്കെ രാത്രി തന്നെ കുളിച്ച് പൂർണ്ണ ശുദ്ധിയോടുകൂടെ തന്നെ നോമ്പിനെ വരവേൽക്കുന്ന ഒരു ശൈലി സ്വീകരിക്കാൻ ശ്രമിക്കുന്നത് അതും നോമ്പിന്റെ സുന്നത്തുകളിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതേപോലെ തന്നെ അനുവദനീയമായ വികാരങ്ങൾ പോലും അനുവദനീയമായ തെറ്റല്ലാത്ത വികാരങ്ങൾ പോലും ഒഴിവാക്കിയിട്ട് നോമ്പ് എന്ന ഇബാദത്തിന്റെ പരമാവധി അതിന്റെ ആത്മീയതയിലേക്ക് ഊളിയിട്ട് ഇറങ്ങാനുള്ള ഒരു സമീപനം സ്വീകരിക്കുക എന്നത് അത് നോമ്പിന്റെ പ്രധാനപ്പെട്ട സുന്നത്താണ്. അതുപോലെ പൊതുവിൽ പുണ്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കൽ, ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കൽ, മറ്റു ദിക്റുകൾ വർദ്ധിപ്പിക്കൽ, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കൽ, സദഖ വർദ്ധിപ്പിക്കൽ, ഇതൊക്കെ ആ സുന്നത്തുകളുടെ കൂട്ടത്തിൽ പരിഗണിക്കപ്പെട്ടിട്ടുള്ളതാണ്. കൂട്ടത്തിൽ പ്രത്യേകിച്ച് ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, 4 കാര്യങ്ങൾ നിങ്ങൾ റമദാനിൽ വർദ്ധിപ്പിക്കണം. അതിലെ 2 എണ്ണം അള്ളാഹുവിന് വളരെ ഇഷ്ടമുള്ളതാണ്, 2 എണ്ണം നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമാണ്. അള്ളാഹുവിന് ഇഷ്ടമുള്ള 2 എണ്ണം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്നതാണ്. നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതോ അത് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ എന്നതുമാണ്. അതുകൊണ്ട് റമദാനിൽ ഈ ദിക്ർ വർദ്ധിപ്പിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. നിസ്കാരത്തിന് ശേഷം നമ്മളെ നാട്ടിൽ നിന്ന് ഓർമ്മപ്പെടുത്താന്നുള്ള നിലക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, ഇവിടെ ഒന്നും അതും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ ഓർത്തു ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിക്കണം. അങ്ങനെ നോമ്പിന്റെ സുന്നത്തുകൾ കൂടി പരിഗണിച്ച് ഒരു നല്ല പവർഫുൾ ആയ നോമ്പായി നമ്മുടേത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.